എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ കുട്ടപ്പനാവട്ടെ നൂഡിൽസ് കഴിക്കാനായി അവന്റെ പഴയ നൂഡിൽസ് മാമന്റെ അടുത്തേക്ക് തന്നെ ഇപ്പൊ കടന്നു വരും. വന്ന ഉടൻ ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കും, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതിന് ഷെഫണ്ണം പറയും, എനിക്ക് നിന്നെ എവിടെ വെച്ച് കണ്ടാലും അപ്പൊ തിരിച്ചറിയാൻ കഴിയും. നീയാണ് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഫിഫ്ത്ത് ഹോക്കാകെ നറൂട്ടോ ഉസുമാക്കി എന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ഇപ്പൊ കുളിര് കൊണ്ട് പൊളയാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പന്റെ പുറകെ തന്നെ ഇപ്പൊ ഇറൂക്ക സെൻസായും അവിടേക്ക് വരും. ഇറൂക്ക കുട്ടപ്പനോട് സാക്കുറ എവിടെയും ചോദിക്കുമ്പോ കുട്ടപ്പൻ പറയും, ഞാനും അവളും ഒന്നിച്ച് ഷെയർ ഇട്ട് ഫുഡ് കഴിക്കാന്ന് തീരുമാനിച്ചതാണ്. പക്ഷെ അവൾക്കതിന് താല്പര്യമില്ലാതെ അവൾ ഒറ്റയ്ക്ക് മറ്റൊരിടത്ത് പോയി ഇപ്പൊ ഭക്ഷണം കഴിക്കുകയാണ്. മറുപുറത്ത് സാക്കുറ ആവട്ടെ ഇപ്പൊ ഒരുപാട് കുറ്റബോധത്തില് അവളുടെ ഫുഡ് അത് കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ സാൻഡ് വില്ലേജില് ആ ഒരു വലിയ ബോംബ് അത് താഴെ വീണ് പൊട്ടി അങ്ങോട്ട് തെറിക്കും. പക്ഷെ വില്ലേജിലുള്ള ഒരാൾക്ക് പോലും ഒരു പോറൽ പോലും പറ്റില്ല. വില്ലൻ ഒന്നും പിടിയിട്ടില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ താഴേക്ക് നോക്കുമ്പോഴായിരിക്കും ഗാറ വലിയൊരു സാൻഡ് ഷീൽഡ് കൊണ്ട് ആ ഗ്രാമം മുഴുവനായിട്ട് ഇപ്പൊ കവർ ചെയ്ത് പിടിച്ചിരിക്കുന്നതായിട്ട് ആ ഒരു വില്ലൻ കാണാം. കങ്കൂറ ഗാറയെ വിളിച്ച് അലറുമ്പോ അതേ സമയത്ത് വില്ലനാവട്ടെ ഗാറ പോലും അറിയാതെ ഒരു പക്ഷിയെ ഇപ്പൊ ഗാറയുടെ അടുത്തേക്ക് പറഞ്ഞയക്കും. ഗാറ എന്തെങ്കിലും ചെയ്യും മുമ്പേ ആ ഒരു പക്ഷി അത് പൊട്ടി അങ്ങോട്ട് തെറിക്കും. അത് കണ്ട് കങ്കൂറ ഷോക്കായിട്ട് ഗാറാ എന്ന് വിളിച്ചു കൂവും. ജനങ്ങളെല്ലാം തന്നെ അത് കണ്ട് പേടിച്ച് ഇപ്പൊ ഗാറയെ വിളിച്ച് കരയാൻ തുടങ്ങും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് എല്ലാവരും കാണും ഗാറ അവന്റെ കവചത്തിനുള്ളില് ഇപ്പൊ സേഫ് ആയിട്ടിരിക്കുന്നത്. അത് കണ്ട് എല്ലാവരും സമാധാനത്തിൽ നിൽക്കുമ്പോ നമ്മുടെ മാസ്റ്റർ പറയും, നമുക്കിനി സമയമില്ല, എത്രയും പെട്ടെന്ന് നമ്മുടെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ഇപ്പൊ മാസ്റ്റർ പറയും, എല്ലാവരും റെഡി ആയിട്ടിരിക്കണം. ഇവിടെ വില്ലന് ഇപ്പൊ ഗാരയുടെ മൂവും അവന്റെ സാൻഡിന്റെ പവറും കണ്ട് മനസ്സിലാവും ഗാരെ അത്ര എളുപ്പത്തില് അവനെ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. വില്ലൻ വീണ്ടും അടുത്ത പ്ലാനിട്ട് ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒരു കാഴ്ച കണ്ട് ഗാറ പേടിച്ചു നിൽക്കും. കാരണം ഗാരയുടെ ആ ഒരു സാൻഡ് ഷീൽഡില് ഇപ്പൊ ചെറിയ ചെറിയ ദ്വാരങ്ങള് വീഴാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിലൂടെ വില്ലന്റെ ഉറുമ്പുകള് പുറത്തേക്ക് വരുമ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാക്കുക. മുൻപ് ഗാറ അവന്റെ സാൻഡ് വെച്ച് വില്ലനെ പിടിക്കാൻ നോക്കിയപ്പോ അവന്റെ കയ്യിലുള്ള ആ ഒരു വില്ലന്റെ കൈയ്യ് ഗാറയുടെ മണ്ണിലേക്ക് ഒരുപാട് ഉറുമ്പുകളെ നേരത്തെ തന്നെ കടത്തി വിട്ടിരുന്നു. ഗാറയ്ക്ക് മനസ്സിലാവും അവനിപ്പോ എട്ടിന്റെ പണി കിട്ടിയെന്ന്. ഗാറയുടെ സാൻഡ് മുഴുവൻ തന്നെ വില്ലനാവട്ടെ അവന്റെ ക്ലേ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. വില്ലൻ പ്ലാൻ ചെയ്ത് ഇപ്പൊ ഗാറയുടെ സാൻഡ് അതങ്ങനെ തന്നെ പൊട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനാവട്ടെ പഴയ ന്യൂഡിൽസ് ഒക്കെ കഴിച്ച് ഇപ്പൊ നൊസ്റ്റാൾജി അടിച്ചിരിക്കുകയാണ്. ഇറൂക്ക മാസ്റ്റർക്ക് അത് കാണുമ്പോ ചെറുപ്പത്തിലെ കുട്ടപ്പനെ ഇപ്പൊ ഓർമ്മ വരും. ചെറുപ്പത്തിൽ അവൻ ചോദിക്കും, ഒരു തവണ, ഒരേ ഒരു തവണ ഇറൂക്ക മാസ്റ്ററിന്റെ ആ ഒരു ഹെഡ് ബാൻഡ് ഞാൻ ഒന്നിട്ടോട്ടെ. അതിന് ഇറൂക്ക പറയും, അയ്യോ ഇല്ലില്ല, ഇപ്പൊ ഈ ഒരു ബാൻഡ് നീ ഇടാൻ പാടില്ല. തീർച്ചയായിട്ടും എക്സാം കഴിഞ്ഞ് നീ ഒരു നിഞ്ചയായി മാറുമ്പോ ഈ ഹെഡ് ബാൻഡ് നിനക്ക് കിട്ടും. അങ്ങനെ ആദ്യമായിട്ട് കുട്ടപ്പന് ഹെഡ് ബാൻഡ് കിട്ടിയത് അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ ഇറൂക്ക ഓർത്തെടുക്കും. ഇവിടെ കുട്ടപ്പനും എന്തൊക്കെയോ ചില കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പൊ നൂഡിൽസ് അങ്ങനെ കഴിക്കാതിരിക്കും. അപ്പൊ കുട്ടപ്പൻ പറയും, എനിക്ക് ഒരേ ഒരു കാര്യത്തിലേ ഇപ്പൊ ഒരുപാട് വിഷമമുള്ളൂ. എനിക്കിന്നും ഒരു ചൊനിയനായിട്ട് മാറാനായി സാധിച്ചില്ല. എന്റെ കൂടെയുള്ളവരെല്ലാവരും ചൊനിയനായി നിൽക്കുമ്പോ ഞാൻ മാത്രം ഇപ്പോഴും ഗനിയനാണ്. അതിന് ഇറൂക്ക പറയും, ഒരിക്കലും നീ അതോർത്ത് വിഷമിക്കേണ്ട, യാതൊരു കാര്യമില്ല. നിനക്കാണ് ഏറ്റവും വലിയ ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. സാക്ഷാൽ ജിറയ മാമനാണ് നിനക്ക് ട്രെയിനിങ് തന്നതെന്ന് പറയുമ്പോ കുട്ടപ്പൻ പറയും, മാമന്റെ ട്രെയിനിങ് അത് വളരെ സ്ട്രിക്റ്റ് ആണ്. ട്രെയിനിങ്ങിനിടെ എന്റെ ഹെഡ് ബാൻഡ്, ഡ്രസ്സ് എല്ലാം നശിച്ചുപോയി. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാം തന്നെ പുത്തൻ പുതിയതാണെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ പതിയെ ഒന്ന് ചിരിച്ചു കാണിക്കും. എനിക്ക് ഒരുപാട് അറിവുകള് ഇപ്പൊ കിട്ടി. തീർച്ചയായിട്ടും ഫിഫ്ത്ത് ഹോക്കാകെ അത് ഞാൻ തന്നെ ആയിരിക്കും പറയുമ്പോ ഇറൂക്ക പറയും, സാൻഡ് വില്ലേജിലെ കസുകെ അതിപ്പോ ഗാറയാണ്. നിന്നെപ്പോലെ തന്നെ അവനും ഒരു സ്പെഷ്യൽ ചൈൽഡാണ്. അതുകൊണ്ടാണ് അവനത് നേടിയെടുക്കാൻ കഴിഞ്ഞതെന്ന് ഇറൂക്ക പറയുമ്പോ അതിന് കുട്ടപ്പൻ പറയും, ഒരിക്കലുമല്ല, അവന്റെ ഹാർഡ് വർക്കാണ് അവനെ അവിടെ എത്തിച്ചത്. തീർച്ചയായിട്ടും അവനെ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഞാനും ഈ ഗ്രാമത്തിന്റെ ഹൊക്കാകെയാകും. കട്ട് ചെയ്താ ഇപ്പൊ ഗാറയുടെ ആ ഒരു സാൻഡ് കവചം അത് പതിയെ പതിയെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാവട്ടെ അത് കണ്ട് പേടിച്ചു നിൽക്കുമ്പോ ഇവിടെ കങ്കൂറ ഗാറ എന്ന് വിളിച്ച് അലറിക്കരയാൻ തുടങ്ങും. ഗാറയുടെ സാൻഡ് കവചത്തിലൂടെ ഇപ്പൊ ഒരുപാട് മണ്ണ് അത് താഴേക്ക് വീണുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇവിടെ ഹൊക്കാഗെ ആന്റിയും അസിസ്റ്റന്റ് ചേച്ചിയും ആവട്ടെ ചില റെക്കോർഡുകൾ പരിശോധിച്ച് ഇവർക്ക് രണ്ടുപേർക്കും കഴിഞ്ഞ 2 വർഷമായിട്ട് യാതൊരു മിഷനും കൊടുത്തിട്ടില്ല. ഇവർക്ക് എന്ത് മിഷനാണ് കൊടുക്കാന്ന് പറഞ്ഞ്
അവർ രണ്ടുപേരും ഇപ്പൊ തലപോഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കും. എനിക്കൊരു ഐഡിയ ഉണ്ട്, നമുക്ക് ബി റാങ്ക് മിഷൻ അവന് കൊടുക്കാന്ന് പറഞ്ഞ്. ഹൊക്കാഗെ ആവട്ടെ ഇപ്പൊ മിഷൻ ചൂണ്ടിക്കാണിക്കുമ്പോ അസിസ്റ്റന്റ് ചേച്ചി പറയും 2.5 വർഷത്തിന് ശേഷം അവനിപ്പോ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് എടുത്തു ചാടി അവന് ബി റാങ്ക് മിഷൻ കൊടുത്താ അത് വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് എന്റെ അഭിപ്രായം അവനൊരു ഡി റാങ്ക് മിഷൻ കൊടുക്കാം എന്നാണ്. അതിന് ഹൊക്കാഗെ പറയും അവൻ ഓൾറെഡി മൂക്കത്താണ് ചുണ്ടി, ഡി റാങ്ക് മിഷൻ കൊടുത്താ തീർച്ചയായിട്ടും അവൻ തെറി കൊണ്ട് അഭിഷേകം ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അവനൊരു സി റാങ്ക് മിഷൻ നമുക്ക് കൊടുക്കാം. എനിക്ക് പേടി അവന്റെ 9 ടൈൽ ഫോക്സിന്റെ പവർ അതെങ്ങാനും പുറത്തു വരുമോ എന്നാണെന്ന് അസിസ്റ്റന്റ് ചേച്ചി പറയുമ്പോഴായിരിക്കും ഇവര് രണ്ടുപേരും ഇപ്പൊ കുട്ടപ്പനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുക. ഇവിടെ നമ്മുടെ സ്വത്തുമണി കുട്ടപ്പൻ ഇതൊന്നും അറിയാതെ ഫുഡ് മുണാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് ഒരു മുട്ട താഴെ വീണ് അത് പതിയെ പതിയെ പൊട്ടാനായിട്ട് ആരംഭിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഗാറയുടെ ആ ഒരു ഷീൽഡ് അത് പതിയെ പതിയെ തകർന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കങ്കൂറ ഗാറയുടെ അൾട്ടിമേറ്റ് വെപ്പൻ തകർന്നത് കണ്ട് അവിടെ കിടന്ന് നിലവിളിക്കുന്നുണ്ടാവും. പക്ഷെ പാവം ഗാറയ്ക്ക് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. ഇവിടെ വില്ലൻ ആ ഒരു കാഴ്ച കണ്ട് ഞാൻ വേണമെന്ന് വെച്ച് തന്നെയാണ് നിന്റെ സാൻഡ് ഉപയോഗിച്ചുകൊണ്ട് എന്റെ കൈ ഒടിച്ചത്, അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് എനിക്ക് നിന്നെ ലോക്ക് ചെയ്യാൻ കഴിഞ്ഞു. നിന്നെ തകർക്കാനായിട്ട് ആദ്യം ഞാൻ ചെയ്തത് നിന്റെ പവർ അത് മുഴുവനായിട്ടും കുറയ്ക്കുക എന്നതായിരുന്നു. വില്ലന് ഗാറയുടെ മൂവ്മെന്റ്സ് എല്ലാം തന്നെ കറക്റ്റായിട്ട് അറിയാമായിരുന്നു. അവന്റെ പവർ കളയാനാണ് വില്ലൻ ഗ്രാമത്തിന്റെ നേർക്ക് വലിയൊരു ബോംബിട്ടത്. അത് ഗാറ അവന്റെ മുഴുവൻ പവർ ഉപയോഗിച്ചുകൊണ്ട് തടുത്തു നിർത്തിയപ്പോ വില്ലനാവട്ടെ ഗ്യാപ്പില് മറ്റൊരു പക്ഷി ഇറക്കി ഗാറയെ തന്നെ തകർക്കാൻ ശ്രമിച്ചു. അതിലൂടെ അവന്റെ സാൻഡ് അത് ദുർബലമായി ഇപ്പൊ പതിയെ പതിയെ അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടില് എല്ലാവരും കാണും ഗാറയുടെ സാൻഡ് താഴേക്ക് വീണ് ഇപ്പൊ ഗാറയെ അതിനുള്ളിൽ കാണാൻ കഴിയും. വില്ലൻ വീണ്ടും അടുത്ത ജിപ്സും എടുത്ത് നീ സാൻഡ് കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുമല്ലേ, നിന്റെ കഥ അത് ഇതോടുകൂടെ തീർന്നു എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഗാറയുടെ അടുത്തേക്ക് വരുമ്പോ ഗാറ ആവട്ടെ അവന്റെ കൈ അത് പതിയെ പതിയെ അനക്കുന്നതായിട്ട് കാണും. ഗാറ അവന്റെ കൈ കൊണ്ട് ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത ആ ഒരു സാൻഡ് അവിടുന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഗാറയുടെ കൺട്രോൾ പോയി ആ സാൻഡ് താഴേക്ക് വീണാല് അവിടെയുള്ള ജനങ്ങൾക്ക് അത് വലിയ അപകടമാണ്. അത് കണ്ട് അത്ഭുതപ്പെട്ട വില്ലൻ നീ തീർച്ചയായിട്ടും ഒരു അടിപൊളി കസകക്കാണ്, നിനക്ക് നിന്റെ ജനങ്ങളെ ഒരുപാട് ഇഷ്ടമാണല്ലേന്ന് വില്ലൻ ചിന്തിക്കുന്ന അതേ സമയത്ത് ഇവിടെ കങ്കൂറയും ബാക്കിയുള്ള ജനങ്ങളും ആ കാഴ്ച കണ്ട് ഒരുപാട് പ്രയാസപ്പെടും. അപ്പൊ കങ്കൂറ എങ്ങനെയെങ്കിലും ഗാറയെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാവരോടും വില്ലനെ നോക്കി അമ്പ് ചെയ്യാൻ പറയും. വില്ലൻ അത് കണ്ട് ചിരിക്കും. വെറും ഒരു അമ്പ് കൊണ്ട് മാത്രം എന്നെ തകർക്കാൻ കഴിയോ? എന്റെ ബോസ് വെയിറ്റിംഗ് ആണ്, അതുകൊണ്ട് ഞാൻ തിരികെ പോകുന്നു എന്ന് പറയുമ്പോ സാൻഡ് വില്ലേജിലെ പടയാളികളാവട്ടെ ഇപ്പൊ ഒരുപാട് അമ്പ് അത് മുകളിലേക്ക് അയക്കാൻ തുടങ്ങും. അത് വെറും അമ്പല്ല, പേപ്പർ ബോംബ് കണക്ട് ചെയ്ത അടാർ അമ്പുകള്. അത് മുകളിലേക്ക് എത്തി വില്ലന്റെ തൊട്ടടുത്തുനിന്ന് ഇപ്പൊ പൊട്ടി അങ്ങോട്ട് തെറിക്കും. വില്ലനാവട്ടെ അതുകൊണ്ട് ഒരു സെക്കൻഡ് ഇപ്പൊ ഫ്രീസ് ആയി പോവും. ഇപ്പൊ ഒരു കാര്യം, ഗാറ ആവട്ടെ പൂർണ്ണമായിട്ടും തളർന്നിരിക്കുകയാണ്. പക്ഷെ അവൻ വിട്ടുകൊടുക്കില്ല. അവൻ കളക്ട് ചെയ്ത ആ സാൻഡ് മുഴുവൻ തന്നെ ഇപ്പൊ ഗ്രാമത്തിന്റെ പുറത്ത് കറക്റ്റായിട്ട് കൊണ്ടുപോയിടും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത കുട്ടപ്പനാവട്ടെ വീണ്ടും ഒരുപാട് വിഷമത്തിലിരിക്കുകയാണ്. അവന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വലിയ നിലയിലെത്തിയപ്പോ കുട്ടപ്പൻ മാത്രം ഇപ്പോഴും ഒരു ഗനീനാണ്. അവന്റെ വിഷമം കണ്ട് ഇപ്പൊ ഇറൂക്ക പറയും നീ ആ ബെല്ല് അത് അടിച്ചു മാറ്റിയല്ലേ. അത് കേൾക്കുമ്പോ കുട്ടപ്പൻ ചിരിച്ചിട്ട് അതെ, ഞാനിപ്പോ നല്ല സ്ട്രോങ് ആയി, കാക്കാഷിയെ പോലും തോൽപ്പിച്ച് ആ ഒരു ബെല്ല് ഞാനിപ്പോ കൈക്കലാക്കി. ഇതുപോലെ മുന്നോട്ട് പോയി അവസാനം ഞാൻ തന്നെ ഈ ലീഫ് വില്ലേജിന്റെ 5th ഹൊക്കാഗെ മാറും. ഇവിടെ ഗാറ അവന്റെ സാൻഡ് പവർ മുഴുവൻ നഷ്ടപ്പെട്ട് ഇപ്പൊ താഴേക്ക് വീണോണ്ടിരിക്കുകയാണ്. ഗാറ താഴേക്ക് വരെ ആ വില്ലനാവട്ടെ ഗാറയുടെ തൊട്ടടുത്തേക്ക് വരും. ഗാറ ക്ലോസ് എത്തിയ ഉടൻ തന്നെ വില്ലനാവട്ടെ അവന്റെ പക്ഷിയുടെ ചിറകില് അങ്ങനെ തന്നെ ഗാറയെ ചുരുട്ടിയെടുത്ത് അവിടുന്ന് പറന്ന് ദൂരത്തേക്ക് പോവും. അത് കണ്ട കങ്കൂറ നോ എന്ന് വിളിച്ചലർന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.